ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശ് ബാലമാഷിനെ വീട്ടിൽ കൊടുന്നാക്കിയ ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ തനിച്ച് ഇവിടെ താമസിക്കണോ? നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിന്നാൽ പോരെ? ഇതിനാണിപ്പോൾ അച്ഛൻ തനിച്ച് ഇവിടെ താമസിക്കുന്നത്, അതല്ലേ? എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട ആകാശ്, നാളെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം, മണ്ഡപത്തിലേക്ക് വന്നേക്കാം. വേണ്ട അച്ഛ, അച്ഛൻ തനിച്ച് വരണ്ട, ഞാൻ എന്തായാലും അച്ഛനെ വിളിക്കാൻ വന്നോളാം. പിന്നെ ശ്രേയ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് പറയാൻ കഴിയില്ല. അവളുടെ ജയത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും, അതുകൊണ്ട് അച്ഛൻ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആകാശ് പോകുന്നത്. അപ്പോഴത്തേക്കും ശ്രേയ ബാബുക്കുട്ടനെയും ഗുണ്ടകളെയും അവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അങ്ങനെ ആകാശ് ബാലനോട് അകത്ത് കയറി കതക് അടക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ കതക് അടച്ചു എന്ന് കണ്ടപ്പോഴാണ് ആകാശ് തിരിച്ചു പോകുന്നത്. സമയം ശ്രേയ ആലോചിക്കുകയാണ്, അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ബാബുക്കുട്ടൻ ഒരു അശ്രദ്ധ കാണിച്ചാൽ പിന്നെ ചാരുവാണ് ഈ സമയം ജയിക്കുക, അതുകൊണ്ട് ഒരിക്കലും ചാരുവിനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് അരവിന്ദ് വരുന്നത്. അരവിന്ദിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവനെന്താ ഈ സമയത്ത് ഇവിടെ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് എന്താ അരവിന്ദ് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മേഡം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്ന് നിന്നതാണ്. എന്താ അരവിന്ദ് ഇവിടെ എന്താ? അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത്രയും നേരം പർദ്ദയിട്ട ആ പെണ്ണിനോട് സംസാരിച്ചിട്ട് ഇപ്പോൾ കാറ്റ് കൊള്ളാൻ വന്ന് നിന്നതാണെന്ന് എന്നോട് എന്തിനാണ് ഈ മേഡം കള്ളം പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, അപ്പോൾ എന്താ ആലോചിക്കുന്നത് അരവിന്ദ് എന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ ഞാനും കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മേഡത്തിനോടും കുറച്ചു നേരം സംസാരിക്കാമെന്ന് കരുതി. ഇപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണോ? അപ്പോൾ ഇവൻ കുറേ നേരമായോ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടാവുക? അപ്പോൾ ഞാൻ ബാബുക്കുട്ടനോട് സംസാരിച്ചതൊക്കെ ഇവൻ കേട്ടിട്ടുണ്ടാകുമോ? എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണോ? ഞാൻ കരുതിയത് ആ ചാരു എന്നെ പിന്തുടർന്നു വരുമെന്നാണ്, പക്ഷേ ഇവൻ വരുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല അരവിന്ദനെങ്ങനെ ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്? വെറുതെ കാറ്റ് കൊള്ളാൻ വന്നു എന്നൊന്നും പറയണ്ട. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ നോക്കുക, അല്ലാതെ ഇങ്ങനെ ചുറ്റി വളയാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അരവിന്ദ് പറയണേ, ഞാനിവിടേക്ക് വന്നത് അന്തപ്പമാമനെ കുറിച്ച് പറയാനാണ് മേഡം. അന്തപ്പമാമനെ ചോദിക്കുമ്പോൾ ഒരുപാട് പണം കൊടുത്തതാണ്, എന്നിട്ടും മാമൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത് അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് എനിക്കുണ്ടായത്. അതിൻ്റെ പേരിൽ ചാരുവിൻ്റെ മുന്നിൽ മേഡം ഒരുപാട് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ഞാൻ മാപ്പ് ചോദിക്കാനാണ് വന്നത്. അപ്പോൾ മേഡത്തിൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ മേഡം പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മേഡത്തിനോട് സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്ത് മേഡത്തിൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അത് കേട്ടപ്പോൾ ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ്. അയ്യോ, ഞാൻ ബാബുക്കുട്ടനോട് സംസാരിച്ചതൊക്കെ ഇവൻ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടാകുമോ? എന്നിട്ട് ശ്രേയ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അരവിന്ദിനോട്. എൻ്റെ പുറകെ വന്ന് ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാനാണോ എൻ്റെ പുറകെ വന്നത്? അയ്യോ മേഡം, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതൊന്നും ഞാൻ കേട്ടില്ല. ഞാനിതാ ആ ദൂരത്താണ് നിന്നിരുന്നത്, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചത് എന്താണെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതെങ്ങനെ ഞാൻ വിശ്വസിക്കും? ഇല്ല മേഡം, ഞാൻ കേട്ടിട്ടില്ല, സത്യമായിട്ടും ഞാൻ കേട്ടിട്ടില്ല. അവൾ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അരവിന്ദൻ എന്തിനാണ് ഇങ്ങനെ മറഞ്ഞു നിൽക്കേണ്ട ആവശ്യം? ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങ് വന്നാൽ മതിയായിരുന്നില്ലേ? എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കാനൊക്കെ നിൽക്കുന്നത്? അയ്യോ മേഡം, ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കല്ലേ, അപ്പോൾ പിന്നെ വെറുതെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് ഞാൻ കരുതിയത്. അല്ലാതെ മേഡം അവരും തമ്മിൽ സംസാരിക്കുന്നതൊന്നും തന്നെ ഞാൻ കേട്ടിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക. അപ്പോൾ ശ്രേയ ഒന്നും മിണ്ടാതെ അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ എന്താ മേഡം ഒന്നും മിണ്ടാതെ പോകുന്നത്? ഞാൻ ശാന്തപ്പ മാമന് വേണ്ടി ഞാൻ മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ്. എനിക്കിപ്പോൾ മേഡത്തിനോട് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നല്ലോ. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മേഡം അങ്ങ് ക്ഷമിച്ചേക്ക് എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്, അല്ലാതെ ഇങ്ങനെ സംശയം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയാവില്ല എന്ന് ശ്രേയ പറയുമ്പോൾ, അയ്യോ മേഡം, എനിക്ക് മേഡത്തെ ഒരു സംശയവുമില്ല, എനിക്ക് മേഡത്തെ വിശ്വാസമാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കരുത്. മേഡത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേഡത്തിനോട് മനസ്സ് തുറന്ന് മാപ്പ് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ശ്രേയ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ അരവിന്ദ് ചോദിക്കുക, എന്താ മേഡം? മേഡം ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാപ്പ് ചോദിച്ചു എന്ന്, എന്നിട്ടിപ്പോൾ മേഡം മിണ്ടാതെ പോകുന്നത് എന്താ? അപ്പോൾ ശ്രേയ അങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദ് പറയണേ, മേഡത്തിൻ്റെ പുഞ്ചിരി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. മേഡം ഇതുപോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും പുഞ്ചിരിയോട് കൂടി ഇരിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ശ്രേയ പറയണേ, ഞാൻ പുഞ്ചിരിച്ചില്ലെങ്കിൽ എന്താ, എനിക്ക് കൂടിയുള്ളത് അരവിന്ദ് പുഞ്ചിരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രേയ അങ്ങ് അകത്ത് പോവാണ്. അരവിന്ദ് പോയി ഉറങ്ങാൻ നോക്കി എന്ന് പറഞ്ഞിട്ടാണ് ശ്രേയ അകത്ത് പോകുന്നത്. അങ്ങനെ അരവിന്ദ്, ഞാൻ ചിരിക്കുന്നത് മേഡത്തിന് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു, എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന്. അപ്പം മേഡം അത് തന്നെയാണോ പറയുന്നത്? എന്തായാലും ഞാൻ പോയി ഉറങ്ങട്ടെ, അല്ലെങ്കിൽ നാളെ എൻ്റെ കല്യാണത്തിന് ഉറക്കം തൂങ്ങി എനിക്ക് നിൽക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരവിന്ദ് ഉറങ്ങാൻ പോവാൻ കേട്ടോ. ഈ സമയം ബാലമാഷി വീട്ടിലെത്തിയ ശേഷം ഫോട്ടോ എടുക്കുകയാണ്. ബാലമാഷും അരവിന്ദും ആകാശും കൂടി നിൽക്കുന്ന ആ ഫോട്ടോ എടുത്ത് വിഷമത്തോടു കൂടി ഫോട്ടോയിൽ നോക്കി സംസാരിക്കുകയാണ്. എടാ
എടാ അരവിന്ദ്, നീ എൻ്റെ മൂത്ത മകനാണ്. നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നീ അറിയുന്നില്ല. നിനക്ക് നല്ലൊരു ജീവിതമാണ് ഞാൻ തന്നത്. നീ അത് കൈവിട്ട് കളഞ്ഞു. നീ അന്ന് ചാരുവിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം എന്തുമാത്രം അധികം നല്ല ഭദ്രതയിലായേനെ. പക്ഷേ നീ അത് തട്ടിക്കളഞ്ഞു. നീ ഇപ്പം എന്നെ തോൽപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഈ ജീവിതം നിന്റെ നാശത്തിനാണ് തുടക്കം കുറിക്കുന്നത്. നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ നിന്റെ വിവാഹം എന്തുമാത്രം അധികം ആഗ്രഹിച്ചതാണ്. ഈ വീടും ഈ നാട്ടുകാരും എല്ലാം അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ഞാൻ നിന്റെ വിവാഹം എല്ലാം ഒരുക്കിയത്. പക്ഷേ നീ അതെല്ലാം വേണ്ടെന്ന് വെച്ച് നീ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ടല്ലേ ചാരുവിനെ ഉപേക്ഷിച്ച് നീ അന്ന് പോയത്. പക്ഷേ നിനക്ക് കിട്ടിയ ഇപ്പോഴത്തെ ജീവിതം നിനക്കത് നാശത്തിനുള്ള ജീവിതമാണ് മോനെ ഉണ്ടാവാൻ പോകുന്നത്. നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. നീ ചാരുവിൻ്റെ ജീവിതം നശിപ്പിച്ചു. അത് കഴിഞ്ഞ് നിന്റെ അനിയൻ്റെ ജീവിതവും നശിപ്പിച്ചു. അവൻ പ്രണയിച്ച പെണ്ണിനെ അവന് വിവാഹം കഴിക്കാതെ അവന് ചാരുവിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഇതിനെല്ലാം കാരണക്കാരൻ നീയല്ലേ. നീ എന്തുമാത്രം അധികം ദ്രോഹമാണ് അവനോടും ചാരുവിനോടും ചെയ്തത്. അന്നും നീ നിന്റെ അമ്മയുടെ വാക്ക് കേട്ടാണ് ചാരുവിനെ വിവാഹം കഴിക്കാതെ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയത്. അതുപോലെ ഇന്നും നീ നിന്റെ അമ്മയുടെ വാക്ക് കേട്ടാണ് നീ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ബാലൻ ഫോട്ടോയിൽ നോക്കിയിട്ട് ഓരോ വാക്കുകളും പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഓരോന്നും പറയുന്നത്. എന്നിട്ട് ബാലൻ പറയുകയാണ്, നീ എന്നെ എന്നാണ് മനസ്സിലാക്കുക? നിന്റെ നല്ലത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നീ എന്നാണ് തിരിച്ചറിയുക ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ബാലൻ കരയുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കി അരവിന്ദനെ ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ബാലൻ കരഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോവുകയാണ് കേട്ടോ. ഈ സമയം ചാരുവിനാണെങ്കിൽ ഉറങ്ങാനും കഴിയുന്നില്ല. മനസ്സിലേക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വെപ്രാളൊക്കെ വരികയാണ്. ബാലമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് ചാരു അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ചാരു ആ കസാരയിലിരുന്ന് മയങ്ങി പോവുകയാണ് കേട്ടോ. ഈ സമയം ശ്രേയ പറഞ്ഞു വിട്ട ഗുണ്ടകളും ബാബുക്കുട്ടനും കൂടി ചേർന്ന് ബാലമാഷിൻ്റെ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് ഫ്രണ്ടിലെ ഡോറിലൂടെ കറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലോക്കാക്കിയിരിക്കുകയെന്ന് മനസ്സിലാക്കുമ്പോൾ ബാബുക്കുട്ടൻ പറയാണ്, ബാക്കിലൂടെ പോയി തുറക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ബാക്ക് വഴി കയറി അവർ അകത്ത് കയറുകയാണ്. ബാക്ക് വഴി അവർ അകത്തേക്ക് കയറിയ ശേഷം ബാലമാഷ് കിടന്നിറങ്ങുന്ന റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരെ കയ്യിൽ ബാലമാഷിനെ ബോധം കെടുത്താനുള്ള മരുന്നുമായിട്ടാണ് അവർ വന്നിട്ടുണ്ടാവുക. സിറിഞ്ചും അതിലെ ബോട്ടിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ബാലമാഷിൻ്റെ മുഖത്തേക്ക് ഒരു തലേണ വെച്ച് അങ്ങ് അമർത്തുകയാണ് കേട്ടോ. അതോടുകൂടി പെട്ടെന്ന് ബാലമാഷ് ഉണരുന്നുണ്ട്. പക്ഷേ അവർ ശക്തിയായിട്ട് തന്നെ ബാലമാഷിൻ്റെ മുഖത്തേക്ക് തലേണ വെച്ച് അമർത്തുന്നത് കൊണ്ട് ബാലമാഷിന് ഒച്ചെടുക്കാനോ ഒന്ന് കൊതറി എണീറ്റ് ഓടാനോ കഴിയാത്ത അവസ്ഥയിലാണ്. അപ്പോഴത്തേക്കും ബാബുക്കുട്ടൻ ബാലമാഷിൻ്റെ കാലിൽ മരുന്ന് വെക്കുകയാണ് കേട്ടോ. ബാലമാഷ് ബോധം കിട്ടു പോവാനുള്ള മരുന്ന് അവർ ഇഞ്ചക്ഷൻ വഴി ചെയ്യുകയാണ്. എന്നിട്ട് അവരെ കയ്യിലുള്ള ഇഞ്ചക്ഷനും ബോട്ടിലും ഒക്കെ അവർ നിലത്ത് തന്നെ ഇടുകയാണ്. എന്നിട്ട് ബാലമാഷിൻ്റെ ബോധം പോയി എന്ന് മനസ്സിലാക്കി അവരെല്ലാവരും കൂടി ചേർന്ന് മാഷിനെ കാറിലേക്ക് തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കാറിലേക്ക് ബോധം കെട്ട മാഷിനെ കിടത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവർ കാർ എടുത്തങ്ങ് പോവുകയാണ്. അതോടുകൂടി ചാരു പെട്ടെന്നങ്ങ് ഞെട്ടി ഉണരുകയാണ് ഉറക്കത്തിൽ നിന്നും. ബാലമാമയെ അലറി വിളിച്ചുകൊണ്ട് ഞെട്ടി ഉണരുകയാണ്. അപ്പോഴത്തേക്കും ആകാശ് അവിടേക്ക് വരികയാണ്. അപ്പോൾ ആകാശിനെ കണ്ടപ്പോൾ ചാരു ഓടി ചെല്ലുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കാൻ, എന്താ ചാരു, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ സ്വപ്നം കണ്ടോ? അല്ല, സ്വപ്നമല്ല, എന്തോ എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത ടെൻഷൻ വരുന്നു. ബാലമാമയ്ക്ക് എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്ത ടെൻഷനാകുന്നു. ബാലമാമയെ വീട്ടിലാക്കിയിട്ടാണോ അക്കുച്ചേട്ടൻ വന്നത്? ആ, ഞാൻ അച്ഛനെ വീട്ടിലാക്കിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നാളെ രാവിലെ അച്ഛൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛനെ പോയി കൂട്ടിക്കൊണ്ടുവരും. നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക. അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛനെ ഞാൻ ഭദ്രമായിട്ട് വീട്ടിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോഴൊന്നും ചാരുവിന് ആ ടെൻഷൻ മാറുന്നില്ല. എനിക്കെന്തോ ഇതുവരെ തോന്നാത്ത ഒരു ടെൻഷനാണ് ഇപ്പോൾ തോന്നുന്നത്. ബാലമാമയ്ക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ശ്രേയയെ വിശ്വാസമില്ല. ശ്രേയ അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ്. നീ എന്താ ചാരു പറയുന്നത്? ശ്രേയ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. അവൾക്ക് ഇനി എന്ത് ചെയ്യാനാണ്? അക്കുച്ചേട്ടൻ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് അവൾ ചിന്തിക്കുന്നത്. അവളുടെ വിജയത്തിന് വേണ്ടി ആരെയും ഇല്ലാതാക്കാൻ പോലും മടിയില്ലാത്തവളാണ്. അതുകൊണ്ടാണ് എനിക്ക് പേടി. നീ ഇങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ കാക്കൂത്തി. ഒന്നും വരില്ല. അച്ഛന് ഒരു കുഴപ്പവുമില്ല. നീ വാ, നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് ചാരുവിനെയും കൂട്ടി ആകാശ് അപ്പുറത്തേക്ക് പോവാട്ടോ. അപ്പോഴത്തേക്കും ശ്രേയ ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്. എന്താണാവോ, ബാബുക്കുട്ടൻ്റെ ഫോൺ വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ബാബുക്കുട്ടൻ വിളിക്കുന്നത്. എന്നിട്ട് മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് വന്ന ശേഷമാണ് ബാബുക്കുട്ടൻ വിളിക്കുന്നത്. എന്തായി? ബാലമാഷിന് ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് ഡോസിന് മരുന്ന് കൊടുത്തോ? അയാൾ 8 മണിക്കൂർ നേരത്തേക്ക് ഇനി ഉണരില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, ഇനി അയാൾ 8 മണിക്കൂർ നേരത്തേക്ക് ഉണരില്ല. മേഡത്തിൻ്റെ മുഹൂർത്ത സമയത്ത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് അയാൾ കണ്ണു തുറക്കും. എങ്കിൽ മേഡം പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ അയാളെ കൊണ്ടുപോയിക്കോളാം. എവിടേക്കാണ് കൊണ്ടുപോവേണ്ടത്? അപ്പോൾ ശ്രേയ
പറയണ എവിടേക്കും കൊണ്ടുപോകണ്ട, അയാളുമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മണ്ഡപത്തിൻ്റെ പുറകു വശത്തേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് എല്ലാവരും ബാലമാഷിനെ കാണാതായി പരക്കം പാഞ്ഞ് എല്ലായിടത്തും തേടി നടക്കണം. പക്ഷേ തൊട്ടരികിൽ തന്നെ ബാലമാഷ് ഇവിടെ ഉള്ളത് അവരാരും അറിയുകയുമില്ല. ബാലമാഷിനെയും കൂട്ടി ഇങ്ങ് അകത്തേക്ക് വാ. അപ്പോൾ ശ്രേയ പറയണ ആദ്യം ഞാൻ ആ ചാരു അവിടെ ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഉറങ്ങാത്തതുപോലെ അവളും ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് ബാബുക്കുട്ടനോട് പറയാം എന്ന് പറഞ്ഞ് ചാരു അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രേയ നോക്കുകയാണ്. അപ്പോൾ ചാരു അവിടെ ഇല്ല എന്ന് കാണുമ്പോൾ അവൾ അവിടെ ഇല്ല. ബാലമാഷിനെ ഒരു പെട്ടിയിലാക്കിയ ശേഷം നിങ്ങളിങ്ങ് അകത്തേക്ക് കൊണ്ടുപോവാ. അപ്പോൾ ആർക്കും ഒരു സംശയവും തോന്നില്ല എന്ന് പറയട്ടെ. അങ്ങനെ പെട്ടിയിലാക്കിയ ശേഷം ബോധം കെട്ട ബാലമാഷുമായിട്ട് അവർ വരികയാണ്. എന്നിട്ട് ഒരു കസാരയിൽ ഇരുത്തിയ ശേഷം ബാലമാഷിനെ പെട്ടിയിൽ നിന്നും പുറത്തെടുത്ത് ഒരു കസാരയിൽ ഇരുത്തുകയാണ്. എന്നിട്ട് കൈയും കാലും ഒക്കെ ഒരു കയറ് വെച്ച് കെട്ടിയിടുകയാണ്. എന്നിട്ട് ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നാലു പുറവുമായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഒറ്റ നോട്ടത്തിൽ അവിടെ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാവില്ല. അത് മണ്ഡപത്തിലെ സാധനങ്ങളാണെന്നാണ് എല്ലാവരും കരുതൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രേയ. അതുപോലെ തന്നെ അവർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രേയ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ബാലമാഷിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞത്? മുഹൂർത്തത്തിൻ്റെ കൃത്യസമയത്ത് എനിക്ക് താലി എടുത്ത് തരേണ്ട ആ കൃത്യസമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് കടന്നു കളയുമെന്നോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടത് കൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ മുന്നിൽ മാഷായിട്ട് പോലും കള്ളം പറയുകയും അഭിനയിക്കുകയും ചെയ്തതിന് ഞാൻ തരുന്ന ശിക്ഷയാണ്. നിങ്ങൾ എപ്പോഴും എൻ്റെ കൺമുന്നിൽ തന്നെ വേണം. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി മനസ്സില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ വീട്ടിലേക്ക് പോയത്? എങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി സുഖമായി ഉറങ്ങണ്ട. എൻ്റെ കൺമുന്നിൽ ഈ മണ്ഡപത്തിൽ തന്നെ നിങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ശ്രേയ ബാലമാഷിനെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ. അപ്പോൾ മാഷാണെങ്കിലോ ബോധം കെട്ട് കിടക്കുന്നത് കൊണ്ട് അകമൂത്ത ശ്രേയ പറയുന്നത് ഒന്നും തന്നെ മാഷിന് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മാഷ് 8 മണിക്കൂർ നേരത്തേക്ക് ബോധമില്ലാതെ ഉറങ്ങിപ്പോവും എന്നുള്ളത് ബാബുക്കുട്ടൻ പറഞ്ഞത് കൊണ്ട് ധൈര്യത്തിൽ തന്നെ മാഷിൻ്റെ വായ ഒന്നും കെട്ടാതെയാണ്, വായ മൂടി കെട്ടാതെയാണ് അവരവിടെ മാഷിൻ്റെ കാലും കൈയും കെട്ടിയിട്ട് ഒരു കസേരയിൽ ഇരുത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.